ആം ആദ്മിയുടെ തോൽവിക്ക് കാരണക്കാരായത് കോൺഗ്രസ്. ഇന്ത്യ സഖ്യകക്ഷികൾക്കിടയിൽ അതൃപ്തി. കോൺഗ്രസ് ആപ്പ് മത്സരം പരസ്പരം പാരയായതിൽ ഇന്ത്യ സഖ്യം കക്ഷികൾക്കിടയിൽ അതൃപ്തി. NCP, നാഷണൽ കോൺഫറൻസ്, സമാജ്വാദി പാർട്ടി നേതാക്കൾ സംസാരിച്ചു. സാഹചര്യം BJPക്ക് കൂടുതൽ സഹായമായെന്ന് നേതാക്കൾ വിലയിരുത്തി. തുടർ യോഗം വിളിക്കുന്നതിൽ അവ്യക്തതയുണ്ട്. യോഗത്തിന് താൽപര്യപ്പെടാത്ത കോൺഗ്രസ് നിലപാടിൽ കക്ഷികൾക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയ ആപ്പ് കോൺഗ്രസ് പോര് ഇന്ത്യ സഖ്യത്തിന് വെല്ലുവിളിയാകും. കെജ്രിവാൾ അടക്കം 13 ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് ആക്കം കൂട്ടാൻ കോൺഗ്രസ് പിടിച്ച വോട്ടുകൾക്ക് കഴിഞ്ഞു. ഒരിടത്തും ലീഡ് ചെയ്തില്ലെങ്കിലും ആപ്പിന് കോൺഗ്രസ് ശക്തമായ വെല്ലുവിളിയായി. ന്യൂഡൽഹി മണ്ഡലത്തിൽ കെജ്രിവാൾ തോറ്റത് 4009 വോട്ടിനാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിത് അവിടെ പിടിച്ചത് 4568 വോട്ട്. ജംഗ്പുരയിൽ മനീഷ് സിസോദിയ തോറ്റത് 675 വോട്ടിനാണ്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയത് 7350 വോട്ട്. ഗ്രേറ്റർ കൈലാഷ് ആപ്പ് മന്ത്രി സൗരവ് ഭരദ്വാജ് 2131 വോട്ടുകൾക്ക് തോറ്റപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടിയത് 6711 വോട്ട്. മാളവ്യ നഗർ, രഞ്ജീന്ദ്ര നഗർ, മെഹ്റോളി തുടങ്ങി 13 മണ്ഡലങ്ങളിൽ BJPക്കൊപ്പം കോൺഗ്രസും ആപ്പിന് കെണിയായി. സഖ്യമായി മത്സരിച്ചിരുന്നെങ്കിൽ ആപ്പിന് ഇത്ര ആഘാതം ഉണ്ടാകില്ലെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആപ്പിന് തിരിച്ചടി നൽകിയ കോൺഗ്രസിന് പക്ഷേ സ്കോർ ബോർഡിൽ തെളിഞ്ഞത് 0 സീറ്റാണ്. ഒരിടത്ത് പോലും ലീഡ് കിട്ടിയില്ല. സംസ്ഥാന അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് മത്സരിച്ചത് ബാദലിയിലെങ്കിലും കോൺഗ്രസ് വിജയം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 20,000-ൽ പരം വോട്ടുകൾക്ക് തോറ്റു. അവിടെ ആപ്പ് പിടിച്ച വോട്ടുകൾ കോൺഗ്രസിന് പാരയായി. അരവിന്ദ് കെജ്രിവാളിന്റെ തട്ടിപ്പ് ജനം തിരിച്ചറിഞ്ഞതാണ് തോൽവിക്ക് കാരണമെന്ന് ജയറാം രമേശ് എക്സിൽ കുറിച്ചു. തമ്മിലുള്ള മത്സരം ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷികൾക്കിടയിൽ കടുത്ത അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട്.